നമ്മളെന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? കഞ്ഞി വെക്കാൻ പോണം. കഞ്ഞി നമ്മൾ കഞ്ഞി ഉണ്ടാക്കാൻ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ പോണം. ഇതുപോലെ മൈലാഞ്ചി ഇടണ്ട അമ്പാടിക്ക് മൈലാഞ്ചിട്ട് തരാട്ടാ. നമ്മൾ കർക്കിടക മാസം തുടങ്ങി നമ്മുടെ മുക്കുറ്റി എല്ലാ നാടുകളുടെയും സംഗമ സ്ഥലമായ നെറുകിലാണ് നമ്മൾ മുക്കുറ്റി തൊടുക അല്ലേ. അപ്പോൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു 7 ദിവസമെങ്കിലും മുക്കുറ്റി ചാന്ത് അരച്ച് തൊടുക. ശബ്ദം ഒട്ടും ശരിയല്ല കേട്ടോ, തൊണ്ടയൊക്കെ പോയി കിടക്കുകയാണ്. ഒരു ഇതെന്താ അറിയോ? മുക്കുറ്റി. മുക്കുറ്റി ചാന്താണിത്. ഉണ്ടാ ഇത് തൊടണം, 7 ദിവസവും തൊടണം. എൻ്റെ അമ്പാടി തൊടുവോ? എൻ്റെ കാര്യം വേണ്ട. പൊറ്റിച്ചോ മുക്കുറ്റി പൂ, മുക്കുറ്റി പറക്കി. അങ്ങനെയല്ല, ഇങ്ങനെ പറക്കി, ഫുള്ള് പറക്കി. പറക്കി അതന്നെ മെടുക്കി. കണ്ട മുക്കുറ്റി പറക്കി. കീഴാർനെല്ലി. കണ്ട കീഴെ കണ്ട നെല്ലി കണ്ട. അതൊക്കെ ഉണ്ടാവും. നെല്ലി കണ്ട, നെല്ലി ഇതാണ് കീഴാർനെല്ലി. ഇനി എന്തിട്ട് അത് വേണ്ട നമുക്കതൊക്കെ അതിൻ്റെ ചെറുളയൊന്നും എൻ്റെ അമ്പാടിക്ക് പറ്റൂല. മുയൽ ചെവിയൻ എൻ്റെ അമ്പാടിക്ക് പറ്റൂല. ഇനി തൊട്ടാവാടി ഉണ്ട് അവിടെ, തൊട്ടാവാടി അത് പറിക്കണം കേട്ടാ. തൊട്ടാവാടി ഇല്ലേ? തൊട്ടാവാടി എവിടെയാ? കണ്ടുണ്ടോ തൊട്ടാവാടീനെ? അമ്പാടി തൊട്ടിട്ടുണ്ടോ തൊട്ടാവാടീനെ? തൊടാം നമുക്ക്. അതെ തൊട്ടാവാടിക്ക് മുള്ളുണ്ട്, അമ്മ പറിച്ചേരാട്ടാ. ഇതാണ് തൊട്ടാവാടി. കണ്ടാ ഇത് മുള്ളുണ്ട്, അമ്മ പറിച്ചേരേ. ഉണ്ടാ തൊടണ്ട, മുള്ളുണ്ട്. മുള്ള് കണ്ടാ? ഇനി അത് പറിച്ചു പോ. കുത്തും ഇത് കണ്ട പൂവാൻ കുറുന്നില്ല. പറക്കി പൊട്ടിച്ചെടുത്തോ. മെടുക്കി. ഇനി കയ്യോന്നി എടുക്കാട്ടാ. മഴ ചാറുണ്ട്. കയ്യോന്നി എവിടെയാ? കയ്യോന്നി അമ്പാടി എണ്ണ തേക്കാറില്ലേ? നീലമരി എണ്ണ അതിലിടണാണ് കയ്യോന്നി. മനസ്സിലായാ? എവിടെയാന്ന് പറയാ കയ്യോന്നി? ഏതാ കയ്യോന്നി? ഇത് എന്താ? പറിച്ചോ, പൊട്ടിച്ചെടുത്തോ. അതന്നെ മിടുക്കിയാണ് കേട്ടാ. നമ്മൾ എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ചിലർക്ക് കഞ്ഞി വെക്കുമ്പോൾ എല്ലാം കൂടെ പറ്റില്ല. ഇപ്പം നമുക്ക് ചൂർണമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് കഞ്ഞി വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പറമ്പിലുള്ളത് കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ പറിച്ചെടുത്തത് കേട്ടോ. നമുക്കിത് ഉപ്പും ചേർത്ത് അരച്ചിട്ട് നീരെടുക്കാം അല്ലേ. നമ്മളിതിൽ അമ്മിയിൽ ഇതൊക്കെ അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഉപ്പും ജീരകവും ഒക്കെ കൂടെ ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ചൂർണ്ണമാണ്. ചൂർണ്ണത്തിൽ എല്ലാം ഉണ്ട്. എല്ലാം ഉള്ളതുകൊണ്ട് ജീരകവും അയമോദകവും എല്ലാം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തന്നെ ഇടുന്നത്. സെപ്പറേറ്റ് നമുക്ക് ജീരകത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. പിന്നെ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ്, ഇന്ദുപ്പാണെങ്കിൽ ഇന്ദുപ്പ് ഇടുക. ഈ പൊടിയുപ്പ് ഉള്ളതെന്ന് വെച്ചാൽ അതിട്ടാലും കുഴപ്പമില്ല. ഈ ഇലകളൊക്കെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. പച്ചിലകൾ നമുക്ക് അമ്മിയിൽ അരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാണ്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അരയ്ക്കാൻ പോവാണ് കേട്ടോ. അമ്മയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. മിക്സി ആണെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. സമൂലാണ് എല്ലാം എടുക്കണത്. ഇപ്പോൾ അത് പറ്റാത്തവരാണെങ്കിൽ ഇതിൻ്റെ കിറ്റ് മേടിക്കാൻ കിട്ടും. പൊടിയടക്കം എല്ലാ പച്ചമരുന്നുകളും കൂടിയത് അത് ഇട്ടിട്ട് ചെയ്താൽ മതി. നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇതിൽ നിലപ്പന ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ഒരു 4 വർഷം മുന്നേ കർക്കിടകം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറേ സാധനങ്ങൾ എടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. തൊണ്ട ശരിയാത്ത കാരണം സുഖമില്ല.
പക്ഷെ എന്നാലും കർക്കിടകം ആകുമ്പോൾ ഇന്ന് 1-ാം തീയതിയാണ് കേട്ടോ. ഇന്ന് കർക്കിടകം 1 7-നുള്ളിൽ എല്ലാ 30 ദിവസം കഞ്ഞി വെച്ച് കുടിക്കണവരുണ്ട് കേട്ടോ. എൻ്റെ അച്ഛമ്മയൊക്കെ കഞ്ഞി ഇപ്പം അമ്പലങ്ങളിലൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ പോയി കഴിക്കും. അതിൻ്റെ ശക്തിയും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക്. ഉള്ളവരിതൊന്നും കഴിക്കലുമില്ല, ഒന്നുമില്ല. ഒരു കിറ്റ് മേടിച്ച് 7 ദിവസം കഴിക്കാനുള്ള കിറ്റ് കിട്ടും. നേരെ എല്ലാം ഹാഫാക്കിയിട്ട് കുറേശ്ശെ എടുത്തിട്ട് കഞ്ഞി വെച്ചിട്ട് ഓരോ ദിവസവും കഞ്ഞി സെപ്പറേറ്റ് വെച്ച് കുടിക്കണം. ഒറ്റ ദിവസം വെച്ചിട്ട് 7 ദിവസം കുടിക്കാനൊന്നും ഫ്രിഡ്ജിലൊന്നും വെക്കരുത് കേട്ടോ. അരച്ചെടുത്തത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. അരിപ്പയിലല്ല, തുണിയിൽ തന്നെ അരിച്ചാൽ മതി. ഇല്ലെങ്കിൽ എന്തെങ്കിലും കഞ്ഞി കുടിക്കുമ്പോൾ ഈ പച്ചിലയുടെ എന്തെങ്കിലുമൊക്കെ വായിലിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നന്നായിട്ട് അരിക്കണമെങ്കിൽ തുണി തന്നെ വെച്ചൊരു കോട്ടൻ്റെ മുണ്ടെടുത്തിട്ട് അരിച്ചെടുക്കുക. കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ, ഞാൻ ഒരു നേരം വെക്കാനുള്ള കഞ്ഞിക്കാണ്, അതുകൊണ്ട് ഇത്തിരി എടുത്തിട്ടുള്ളൂ നീര് കേട്ടോ. നമുക്ക് കഞ്ഞി വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഞവര അരിയാണ് ഇട്ടിരിക്കുന്നത്. ഞവരയ്ക്ക് നല്ല വേവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ വേവിക്കണമെങ്കിൽ കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ നമുക്ക് കഞ്ഞി വെക്കണ പോലെ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ചട്ടിയിൽ തന്നെയാണ് എല്ലാം വെച്ചേക്കുന്നത്. അടച്ചു വെച്ചിട്ട് വേവിക്കണം. ചെറുപയർ നമ്മളെപ്പോഴും കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. 1 ഗ്ലാസ് ഞവരയ്ക്കാണെങ്കിൽ അതിൻ്റെ പകുതി ചെറുപയർ, അതിൻ്റെയും പകുതി ഉലുവ, അങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത് കേട്ടോ. പിന്നെ ആശാളി കിട്ടുകയാണെങ്കിൽ ആശാളിയും കൂടി ഇടാം. ഞാനിവിടെ ആശാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആശാളി എന്ന് പറയുന്നത് കേട്ടോ. നല്ല കണ്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ഇട്ടിട്ട് കഴിക്കുമ്പോൾ. ഇത് ഇഷ്ടമില്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന കഞ്ഞി കിറ്റിൽ ആശാളിയൊക്കെ ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ്. നമ്മുടെ കഞ്ഞി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ആയിട്ടുള്ളൂ, മുഴുവനായിട്ടില്ല. നല്ല വേവാണ് ഞവരയ്ക്ക്. വെന്തിട്ടില്ലെങ്കിൽ കഴിക്കാനും കൊള്ളില്ല. ഈ സമയത്ത് ചെറുപയർ ഇടുകയാണ് കേട്ടോ. കഞ്ഞിയിൽ കുറച്ചും കൂടെ വെള്ളം വേണം. ചെറുപയർ നേരെ പകുതി മതി. ഞാനിപ്പോൾ ഇത് മുളപ്പിച്ചതുള്ളതുകൊണ്ട് ഇത് നന്നായിട്ട് വേവണം. ഈ സമയത്ത് തന്നെ ഉലുവ ഇടാം. ഉലുവ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ചിലർക്ക് ഉലുവയുടെ ടേസ്റ്റ് കഞ്ഞിയിൽ പിടിക്കില്ല, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ കഞ്ഞി കുടിക്കുമ്പോൾ അത് മരുന്ന് കഞ്ഞിയാണെന്ന് വിചാരിച്ച് കുടിക്കണം. സാധാരണ കഞ്ഞി കുടിക്കുന്ന ടേസ്റ്റ് ആയിരിക്കില്ല കർക്കിടക കഞ്ഞി കുടിക്കുമ്പോൾ. വീണ്ടും തിളക്കട്ടെ. ഇച്ചിരി കൂടെ വെള്ളം വേണം. നാളികേരപ്പാൽ നമുക്ക് വേണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. എല്ലാ കയ്പ്പ് രസങ്ങളും ഈ പച്ചിലച്ചാറിൻ്റെ ഒക്കെ കയ്പ്പ് രസമൊക്കെ നമുക്ക് ചവർപ്പൊക്കെ പോകാനായിട്ടും നമ്മുടെ നാളികേരപ്പാൽ നല്ലതാണ് കേട്ടോ. അപ്പം അതാണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അതാണ് കോമ്പിനേഷൻ. നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ തീർച്ചു. നമ്മളുടെ കഞ്ഞി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം കുറവാണ് ഞാൻ ഒഴിച്ചേക്കണത്. തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ ആവും. നമ്മൾ എടുത്ത് വെച്ചിരിക്കണ നമ്മുടെ നീര് ഒഴിക്കുകയാണ്. ഇതും നന്നായിട്ട് തിളയ്ക്കണം. ഇതിൻ്റെ കൂടെ നാളികേരപ്പാലും കൂടെ ഒഴിച്ചോട്ടെ. നാളികേരപ്പാൽ, തേങ്ങാപ്പാലാണ് ഇതിൻ്റെ സ്വാദ്. ഇതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് കുറുകിയാണ് ഞാൻ വെച്ചേക്കണത്. വെള്ളം അധികം ചേർത്തിട്ടില്ല, കാരണം ചെറിയ ചട്ടിയിലാണ് ഞാൻ കഞ്ഞി വെച്ചത്. അപ്പം അതുകൊണ്ടൊക്കെ കൂടെ നല്ലോണം വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വെന്ത് വരാൻ നല്ലോണം വെള്ളം ഇടും. കാരണം ഉലുവ വെള്ളം കുടിക്കും, അരിക്ക് നല്ല വേവുണ്ട്, ചെറുപയറിന് അല്ലേ ഫൈബർ ഉള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ആ പച്ചമരുന്നിൻ്റെ ഒരു കുത്ത് പോകണമെങ്കിൽ ഒന്ന് തിളയ്ക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്ത് വേറെ നിൽക്കും. ആശാളി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ. എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് ഒഴിച്ച് കഞ്ഞി വാങ്ങാം.
ഇത് വട്ടുകായ പരിപ്പാണ്. നടുവേദന ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് വെള്ളത്തിൽ തിളപ്പിക്കുക. തണുത്തതിന് ശേഷം നമ്മുടെ കഞ്ഞിയിലേക്ക് അരച്ച് ചേർത്താൽ മതി കേട്ടോ. ഈ കഞ്ഞി കുടിക്കുമ്പോൾ കഴിഞ്ഞ തവണ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു കർക്കിടകത്തിൽ നമ്മൾ കഞ്ഞി കുടിച്ചാൽ നമ്മൾ എപ്പോഴും പറയില്ലേ, ഒരു വർഷത്തേക്കുള്ളതാണെന്ന് പറയും. സത്യമാണത്. ഇതെല്ലാം ഉണ്ട്. നമ്മൾ പറയണ എല്ലാ പോഷണങ്ങളും ഒരുമിച്ച് കിടന്നൊരു സമീകൃത ആഹാരമാണ് നമ്മുടെ കർക്കിടക്കഞ്ഞി എന്ന് പറയുന്നത്, മരുന്ന് കഞ്ഞി എന്ന് പറയുന്നത്. പണ്ടുള്ളവരൊക്കെ അത്രയും വിവേകവും ബുദ്ധിയൊക്കെ ഉള്ളവരായിരുന്നു. ഓരോന്നിൻ്റെയും ഗുണങ്ങൾ ഇപ്പം നമ്മളത് പഠിക്കുകയാണ്. ഇതിനതുണ്ടോ, മുക്കുറ്റിക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അതിനിതുണ്ടോ എന്നൊക്കെ ഇപ്പം പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഓൾറെഡി നമ്മുടെ കാരണവന്മാർ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും അതിനെപ്പറ്റി പഠിച്ച് ഇത് തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവരിതൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ അടുക്കള എന്ന് പറയുന്നത് ഒരു ലാബ് തന്നെയാണ് അല്ലേ. ഓരോന്നിനും അവിയലിന് ഇന്ന കൂട്ട്, സാമ്പാറിന് ഇന്ന കൂട്ട്, എരിശ്ശേരിക്ക് ഇന്ന കൂട്ട്, ഓലന് ഇന്ന കൂട്ട്, മോര് കറിക്ക് ഇന്ന കൂട്ട് എന്നൊക്കെ ഇതൊക്കെ ഇവർക്ക് ആരാ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ കഞ്ഞി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നെയ്യില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നെയ്യ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്. എല്ലായി അല്ലേ. ആവശ്യം നല്ല ഫാറ്റ്, പിന്നെന്താ ഫൈബർ, വൈറ്റമിൻസിന് നമ്മൾ ഇളനീരുകളൊക്കെ ചേർത്തു. കഞ്ഞിയിലുള്ള ഗുണങ്ങൾ ഒക്കെ കിട്ടി. ചെറുപയറിലുള്ള പ്രോട്ടീൻ എല്ലാം അടങ്ങിയിട്ടുള്ള ഈ കഞ്ഞി ചൂടോടുകൂടി ചൂടാറിയിട്ട് കുടിക്കാൻ പറ്റില്ല. നമുക്ക് കനലുള്ളതുകൊണ്ട് കണ്ടപ്പോൾ ഒരു കൊതിക്ക് പപ്പടം കൂടെ ചുട്ടെടുക്കാം. നമ്മുടെ മരുന്ന് കഞ്ഞി റെഡിയായി. ഒരു ചുട്ട പപ്പടം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി ചമ്മന്തിയോ തോരനോ എന്തെങ്കിലുമൊക്കെ വേണമെച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കാം. പക്ഷെ അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഒരു സ്പൂൺ എടുക്കട്ടെ കേട്ടോ. നല്ല ചൂടുണ്ട്. ചെറിയ കയ്പ്പ് ഉലുവയുടെയും പച്ചിലകളുടെ ഒക്കെയാണ്. ചോറിനിടുമ്പോൾ ഈ കയ്പ്പ് ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് കുറയും. അമ്പാടി മൈലാഞ്ചിടാ. കൈ ഇങ്ങനെയാണ്, കുഞ്ഞിക്കൈയില് വട്ടത്തില് ആദ്യം ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിൻ്റെ ചുറ്റും കുഞ്ഞു കുഞ്ഞു വട്ടം വെക്കും. മനസ്സിലായോ? കണ്ടോ? ഇങ്ങനെ സർക്കിള് പോലെ. ചേച്ചിമാരോട് മൈലാഞ്ചി ഇടണം എന്ന് പറഞ്ഞേ. മൈലാഞ്ചി ഇടണം പറഞ്ഞേ. മൈലാഞ്ചി ഇടണം. ആ ചേച്ചിമാരോട് പറ. നമ്മളിന്ന് കർക്കിടക കഞ്ഞി ഉണ്ടാക്കി, മൈലാഞ്ചി ഇട്ടു. ഇനി കഞ്ഞി എല്ലാവരും കുടിക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എല്ലാവർക്കും ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലത് മാത്രമേ ഉണ്ടാവട്ടെ അല്ലേ. അപ്പോൾ താങ്ക് യു പറയൂ. താങ്ക് യു.